Good morning, friends. So, construction materials and engineering subject le module 1 le next portion ആണ് part ആണ് clay products. So, we know what is clay. So, clay യിൽ നിന്ന് നമ്മൾക്ക് കിട്ടുന്ന building materials എന്തൊക്കെയാണ്? What are the clay products? അതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. And we know clay എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളുടെ എർത്ത് സർഫസിൽ ടോപ്പ് മോസ്റ്റ് കാണുന്ന ഒരു സോഫ്റ്റ് ലെയർ ഓഫ് സോയിൽ ആണ് ക്ലേ സർഫസ്, ക്ലേ സോയിൽ എന്ന് പറയുന്നത്. അതുകൊണ്ടിട്ടാണ് ഇപ്പം ഇപ്പോൾ ഈ കാണുന്ന പിക്ചറിൽ നമുക്ക് കാണാം ഓൾമോസ്റ്റ് ക്ലേ മോയ്സ്ചർ കണ്ടന്റ് ഉള്ളൊരു സോയിലാണ്. സോ വെനെവർ ഇറ്റ് ഗെറ്റ്സ് അത് ഇപ്പം സൺലൈറ്റിന് കീഴിലാണെങ്കിൽ ഇങ്ങനെ ക്രാക്ക്ഡ് നേച്ചറിൽ കാണുന്നതൊക്കെ ക്ലേ ആയിരിക്കും. So going to the introduction, clay is naturally occurring mineral that is found almost everywhere on the surface of the earth, making the soil cover or the soft ground. So almost നമ്മൾ കാണുന്ന soil cover ആ ടോപ്പ് മോസ്റ്റ് പോർഷൻ എപ്പോഴും ക്ലേ ആവാനാണ് ചാൻസ് എർത്തിൽ. So it is so widespread in its occurrence that in common language it is often referred as earth. Earth എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. Mineralogically, pure clay may be composed of one or more minerals of clay groups such as kaolinite, montmorillonite, illite, vermiculite, alloyne, etc. So kaolinite is the most important mineral component of common clays. So pure clay എന്ന് പറയുന്നത് പല clay ഗ്രൂപ്പിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും, ക്ലേസിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും. The clay occurs universally and man has used them since ancient times for making earthware of ഗ്രേറ്റ് വെറൈറ്റി. സോ മെയിൻലി നമ്മൾക്കറിയാം ക്ലേ കൊണ്ടിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എർത്ത് ഉണ്ടാക്കാനാണ്, പോട്ട്സ് ഒക്കെ ഉണ്ടാക്കാനാണ്. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ക്ലേ ആസ് എൻ ഇൻട്രൊഡക്ഷൻ. സോ ക്ലേ പ്രൊഡക്റ്റിൽ നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ് ബ്രിക്ക്. സോ നമ്മൾ ബ്രിക്സിനെ കുറിച്ചിട്ടാണ് ഈ പോർഷനിൽ പറയുന്നത്. So what is a brick? Building bricks may be defined as structural units of rectangular shape and convenient size that are made of suitable clays by different processes involving molding, drying and burning. So usually നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രിക്ക് ഷേപ്പ് എന്ന് പറഞ്ഞാൽ റെക്ടാങ്കുലർ ഷേപ്പാണ്. അത് ഓരോ സൈസസിലും യൂഷ്വലി യൂസ് ചെയ്യുന്ന 1999 ആണ്. ബട്ട് നമ്മൾക്ക് ആവശ്യമുള്ള സൈസിൽ ആ ഒരു മോഡൽ നമുക്ക് ബ്രിക്ക് മാനുഫാക്ചർ ചെയ്യാവുന്നതേ ഉള്ളൂ. So this is the picture of the brick. Next, it is now established that even in remote ancient civilizations, bricks were common materials of construction. It is believed that it was in Egypt that bricks were used some 6,000 years ago. Excavation in prehistoric sites in our country has revealed that bricks were used abundantly in Indus Valley and at Mohenjo-daro and Harappa. So വളരെ പുരാതനം പണ്ട് മുതലേ പ്രീഹിസ്റ്റോറിക് പീരീഡ് തുടങ്ങിയേ നമ്മൾ ബ്രിക്സ് യൂസ് ചെയ്ത് വരുന്നതാണ്. അത് കണ്ടുപിടിച്ചെന്ന് വെച്ചാൽ എക്സ്കവേഷനിൽ കൂടെ ബ്രിക്ക് പാർട്ടിക്കിൾസ് കിട്ടിയപ്പോഴാണ് വി കെയിം ടു നോ ദാറ്റ് ഇത് പണ്ടത്തെ സിവിലൈസേഷൻസിലെ യൂസ് ചെയ്യുന്നതായിരുന്നു എന്നത്. നെക്സ്റ്റ്, ഈവൻ അറ്റ് പ്രസന്റ് ബ്രിക്സ് ഇസ് എ മോസ്റ്റ് ബേസിക് ആൻഡ് ഫേവറബിൾ മെറ്റീരിയൽ ഫോർ കോമൺ കൺസ്ട്രക്ഷൻ ത്രൂ ഔട്ട് ദ വേൾഡ്. ദിസ് മേ ബി അട്രിബ്യൂട്ടഡ് ടു നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. സോ ഫസ്റ്റ്, അവൈലബിലിറ്റി ഓഫ് ക്ലേ. ക്ലേ സ്യൂട്ടബിൾ ഫോർ മേക്കിംഗ് ബ്രിക്സ് ആർ അവൈലബിൾ ഓൾമോസ്റ്റ് യൂണിവേഴ്സലി. അതുകൊണ്ട് തന്നെയാണ് ബ്രിക്സിൻ്റെ യൂസ് വളരെ കൂടുതലായിട്ട് ഉള്ളത്. സോ ഹെൻസ് ബ്രിക്ക് മേക്കിംഗ് ക്യാൻ ബി അഡോപ്റ്റഡ് എനിവർ ഇൻ ദ വേൾഡ്. ദിസ് ഈസ് നോട്ട് ട്രൂ എയ്തർ ഫോർ സ്റ്റോൺസ് ഓർ ഫോർ കോൺക്രീറ്റ് that are material which compete with clay. So bricks, first of all, its availability, abundance ആണ് ബ്രിക്സ് യൂസ് ചെയ്യാനുള്ള കാരണം. നെക്സ്റ്റ്, സൈസ്, ഷേപ്പ് ആൻഡ് ഹാൻഡ്ലിംഗ്. സോ ബ്രിക്സ് ആർ മെയ്ഡ് ഇൻ റെഡി ടു യൂസ് സൈസസ് ആൻഡ് ഷേപ്സ്. This affords very convenient handling and use. For stones, however, some dressing is absolutely essential. So stones നമ്മളിപ്പോൾ ക്വാറി ചെയ്തെടുക്കണമെങ്കിൽ അത് ഡ്രസ്സ് ചെയ്ത് നമുക്ക് വേണ്ട ഷേപ്പിൽ കൊണ്ടുവരാൻ തന്നെ കുറച്ച് പ്രോസസ്സ് ഉണ്ട്. പക്ഷേ ബ്രിക്സ് എന്ന് വെച്ചാൽ നേരെ നമ്മൾ മോൾഡ് ചെയ്തെടുക്കുന്നത് ആ ഒരു നമ്മൾക്ക് ആവശ്യമുള്ള ഷേപ്പിലാണ്. ഇൻ കേസ് ഓഫ് കോൺക്രീറ്റ് ആൻഡ് ഇലാബറേറ്റ് ഫോം വർക്ക് ആവശ്യമുണ്ട്, ഷട്ടറിങ് ആവശ്യമുണ്ട്. ഇറ്റ്സ് എ ബേസിക് റിക്വയർമെന്റ്സ്. മോറോവർ ട്രാൻസ്പോർട്ടിംഗ് ആൻഡ് ലേയിങ് ഓഫ് കോൺക്രീറ്റ് ഓൾസോ റിക്വയർസ് ഗ്രേറ്റ് കെയർ ആൻഡ് കോസ്റ്റ്. അതൊക്കെ കൊണ്ട് തന്നെ ബ്രിക്സ് ഈ കോൺക്രീറ്റും സ്റ്റോൺസിലൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നു. സോ ദീസ് ആർ ദ കോമൺ ഷേപ്സ് ഇൻ ബ്രിക്സ്. സോ കോസ്റ്റ്, നെക്സ്റ്റ് മെയിൻ ഫാക്ടർ നമ്മൾ ബ്രിക്സ് യൂസ് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കോസ്റ്റാണ്. സോ ബ്രിക്സ് ആസ് ഓൾസോ ബ്രിക്ക് വർക്ക് ആർ ചീപ്പർ കമ്പയർഡ് ടു സ്റ്റോൺ മേസൺറി ആൻഡ് കൺസ്ട്രക്ഷൻ വിത്ത് കോൺക്രീറ്റ് ഇൻ മോസ്റ്റ് കേസസ്. ദിസ് ഇസ് ബിക്കോസ് ഓഫ് ദ ഫാക്ടേഴ്സ് മെൻഷൻഡ് അണ്ടർ അവൈലബിലിറ്റി, സൈസ് ആൻഡ് ഷേപ്പ് ആൻഡ് കൺസ്ട്രക്ഷൻ മെത്തേഡ്സ്. നെക്സ്റ്റ്,
we are going to the manufacturing of bricks. The process of manufacturing of bricks is carried out in a number of stages. It is essentially a sequential process. That is, next stage is reached only when the previous stages have been completed in all respect. No jumping over or omission of stage is possible. Each stage has its own significance in the process. So, or a sequential process ആണ് ഒരു പ്രോസസ്സ് കഴിഞ്ഞിട്ട് അടുത്ത പ്രോസസ്സ്, അങ്ങനെ രീതിക്കാണ് ബ്രിക്ക് മാനുഫാക്ചറിങ് ചെയ്യുന്നത്. So, mining, storage, size reduction, screening, forming and cutting, drying, firing and cooling. Next, storage and shipping. So, ഇത് നമ്മൾ ക്ലിയർ ആയിട്ട് നെക്സ്റ്റ് സ്ലൈഡ്സിൽ കാണാം. മാനുഫാക്ചറിങ് ഓഫ് ബ്രിക്സിൻ്റെ സ്റ്റേജസ് ആണ്. ഫസ്റ്റ് വി വിൽ സെലക്ട് എ സ്യൂട്ടബിൾ ടൈപ്പ് ഓഫ് ക്ലേ. ബ്രിക്കിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ മെയിൻലി കോൺസ്റ്റുവൻസ് ഒക്കെയുള്ള ഗുഡ് ക്വാളിറ്റി കോൺസ്റ്റുവൻസസ് ഉള്ള ക്ലേനെ നമ്മൾ സെലക്ട് ചെയ്യും. നെക്സ്റ്റ് പ്രിപ്പറേഷൻ ആൻഡ് ടെമ്പറിങ് ഓഫ് മഡ്, ദെൻ ഇറ്റ്സ് മോൾഡിങ്, ദെൻ ഇറ്റ്സ് ഡ്രൈയിങ്, ദെൻ ദീസ് മോൾഡഡ് ബ്രിക്സ് ആർ ലോഡഡ് ഫോർ ഫയറിങ്. നെക്സ്റ്റ് ഇറ്റ്സ് കൂളിംഗ് ആൻഡ് അൺലോഡിങ് ഓഫ് കിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്. So first, selection of suitable brick earth. So a good type of bricks cannot be made from every type of clay. So ഒരു നല്ല സ്ട്രെങ്ത് ഉള്ള ബ്രിക്കിന് അതിന് വേണ്ട എസെൻഷ്യൽ കോൺസ്റ്റുവൻസിൻ്റെ പ്രൊപ്പോർഷൻ കറക്റ്റ് ആയിരിക്കണം. സോ ഒരു ഗുഡ് ക്വാളിറ്റി ബ്രിക്കിന് വേണ്ട അലുമിന 20 to 30% ആണ്. So all clays are chemically hydrous aluminum silicates. The alumina content is responsible for giving the plastic character to the clay in wet conditions. When alumina content is higher than 30%, the brick becomes more plastic and also shrink on drying. But if alumina content is less than 20%, clay may be difficult to mold to proper shapes. Hence, desired content of alumina is about 20 to 30. So 30% കൂടുതലാണെങ്കിൽ പ്ലാസ്റ്റിക്കും കൂടുതൽ ഷ്രിങ്ക് ചെയ്ത് പോവും. അതിൽ കുറവാണെങ്കിൽ ഷേപ്പിൽ കൊണ്ടുവരാൻ പാടായിരിക്കും. സോ ഡിസൈർഡ് കണ്ടന്റ് ഓഫ് അലുമിന ഈസ് 20 to 30%. സോ ദിസ് ഈസ് അലുമിന. നെക്സ്റ്റ് ഈസ് സിലിക്ക. സിലിക്ക കണ്ടന്റ് ഷുഡ് ബി 50 to 60%. വാട്ട് സിലിക്ക ഡൂസ് ഇസ് ഹാർഡ്നെസ്സും സ്ട്രെങ്ത്തും കൊടുക്കും. സോ ഇറ്റ് ഈസ് ഓൾസോ റെസ്പോൺസിബിൾ ഫോർ റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് ഷ്രിങ്കേജ് ആൻഡ് ഡ്യൂറബിലിറ്റി ഓഫ് ദ ബ്രിക്ക് ടു വെദർ. However, while the proportion of silica are exceptionally high in the clay, such bricks when burnt would be quite brittle and porous. So, ഒരുപാട് സിലിക്ക കണ്ടന്റ് കൂടി ഇപ്പം ഹാർഡ്നെസ്സിനും സ്ട്രെങ്ത്തിനും വേണ്ടി നമ്മൾ സിലിക്ക കണ്ടന്റ് വളരെ കൂടുതൽ ഇടുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ മേക്ക് ദ ബ്രിക്ക് മോർ ബ്രിട്ടിൽ ആൻഡ് പോറസ്. സോ ഡിസൈർഡ് കണ്ടന്റ് ഇസ് 50 to 60%. ദിസ് ഇസ് സിലിക്ക. നെക്സ്റ്റ് ഇസ് അയൺ ഓക്സൈഡ്. അയൺ ഓക്സൈഡ് കളർ ഒക്കെ കൊടുക്കുന്ന അയൺ ഓക്സൈഡ് ആണ്. സോ ദാറ്റ് ഷുഡ് ബി ഇൻ 4 to 6%. So this oxide acts as a flux. Flux in the sense it lowers down the softening temperature of silica and other clay components during firing. So further, the iron oxide in the clays make their burning difficult and give them a yellowish appearance. So this is iron oxide. Next, lime. This makes the burning quicker. So it should not be provided more than 4% because very more than 4% because in this case may result in excessive softening of the clay on heating. So 4 to 6% ആണ് പറയുന്നത്. So it must be present only in fine powder form, otherwise it may give rise to slaking which is harmful and they may cause disintegration of bricks. This is lime. Next, so these are the main constituents of a good quality brick. So selection of suitable brick earth നമ്മൾ കണ്ടു. Next is preparation of mud. ഇത്രയും clay constituents ചേർന്നിട്ട് നമ്മൾ അതിനെ prepare ചെയ്യണം മഡ്. സോ വിന്നിങ്. obtain brick earth from its natural deposit, clear off from vegetation, pebbles and other organic matter, dirt എല്ലാം റിമൂവ് ചെയ്തിട്ട്. സോ മാനുവൽ ഡിഗിങ് ഓർ മെക്കാനിക്കൽ എക്സ്കവേഷൻ ആർ used to obtain dry soil or brick matter. Clay is spread on even ground for seasoning so that clay is exposed to atmosphere for good time. So നമ്മൾ ഏത് clay എടുത്താലും അതിന് ഫസ്റ്റ് ഓഫ് ഓൾ മോയ്സ്ചർ ഫ്രീ ആക്കണം. സോ ഇറ്റ് is spread on even ground for seasoning. At this stage, earth is further cleaned of any pebbles. ഈ സ്പ്രെഡ് ചെയ്യുന്ന ടൈമിൽ പിന്നെയും നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ കാണുന്ന ഒരു പ്രിലിമിനറി കേസിൽ നമ്മൾ പെബിൾസും വെജിറ്റേഷനൊക്കെ എടുത്ത് കളയും. പിന്നെ ഈ സ്പ്രെഡിങ് കേസിൽ എന്തെങ്കിലും കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ വി വിൽ റിമൂവ് ഇറ്റ് ഓഫ്. സോ അറ്റ് ദിസ് സ്റ്റേജ് എർത്ത് ഈസ് ഫർദർ ക്ലീൻഡ് ഓഫ്. ദ സീസൺഡ് ക്ലേ ഈസ് റെഡി ഫോർ മേക്കിംഗ് മഡ് ബൈ മിക്സിംഗ് വിത്ത് അഡിക്വേറ്റ് എമൗണ്ട് ഓഫ് വാട്ടർ. ദിസ് ഈസ് ദ വിന്നിങ് സ്റ്റേജ്. സോ സ്പ്രെഡ് ചെയ്തിട്ട് നമ്മളത് മിക്സ് ചെയ്യുന്നതാണ് ഫസ്റ്റ് ഓഫ് ഓൾ സ്പ്രെഡ് ചെയ്യുന്നതാണ് ഇവിടെ കാണിക്കുന്നത്. നെക്സ്റ്റ് ഇസ് ടെമ്പറിങ്. സോ
converting the brick earth to mud of proper consistency by thoroughly mixing with desired quantities of water. So നമ്മളുടെ ബ്രിക്ക് എർത്തിനെ കറക്റ്റ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ആയിട്ട് ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുന്ന പ്രോസസ്സിനാണ് ടെമ്പറിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി മാനുവൽ ടെമ്പറിംഗ് ഓർ പഗ്മിൽ ടെമ്പറിംഗ്. മാനുവൽ ടെമ്പറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പ്രെഡ് ഓൺ ദ ക്ലേ, ഒരു പ്ലാറ്റ്ഫോമിൽ സ്പ്രെഡ് ചെയ്തിട്ട് thoroughly mixed under feet of either man or cattle. എന്നുവെച്ചാൽ നമ്മൾ കാലുകൾ കൊണ്ടിട്ടോ അല്ലെങ്കിൽ കാറ്റൽസിൻ്റെ ആ ഒരു ഇതാണ്. ദിസ് ഈസ് എ പ്രോസസ് ഓഫ് മാനുവൽ ടെമ്പറിംഗ്. So water is added gradually in small quantities till desired homogeneity and plasticity are obtained. Pugmill tempering എന്ന് വെച്ചാൽ മെക്കാനിക്കൽ ഡിവൈസ് കോൾഡ് പഗ്മിൽ. വിത്ത് ദ ഹെൽപ്പ് ഓഫ് പഗ്മിൽ നമ്മളത് മിക്സ് ചെയ്ത് വാട്ടർ ആഡ് ചെയ്തെടുക്കും. So this is pugmill tempering. So this is a simple pugmill. It consists of a steel cylinder covered at top and hole at or near the bottom. So താഴെ നമ്മളുടെ ഒരു ഹോൾ ഉണ്ട്. ഈ ഹോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ വി ക്യാൻ സി എ ആം, സെൻട്രൽ ആം. അതിൽ കുറേ നൈഫ്സ് ഉണ്ട്. സോ ഈ സെൻട്രൽ ആം നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ നൈഫ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് നൈഫ്സ് ഈ ക്ലേയും വാട്ടറും നല്ല ക്ലീൻ ആയിട്ട് മിക്സ് ആവും. സോ ഈ ടോപ്പ് പോർഷനിൽ കൂടെ നമ്മൾ ക്ലേയും വാട്ടർ എല്ലാം പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് നൈഫ്സ് ആൻഡ് കണ്ടിന്യൂസ് റൊട്ടേഷൻ ഇത് നല്ലോണം മിക്സ് ആവും. എന്നിട്ട് ത്രൂ ദിസ് hole it is taken out. So most important part of pugmill is a central vertical shaft provided at the base which can be rotated with the help of a long arm through animal or motor power. So in the rotation is either by using any motor or with the help of animals ആണ് ഇത് rotate ചെയ്യുന്നത്. So the central shaft is attached with the horizontal blades. Each carries some knives. The seasoned clay and water are added from an opening provided at the top. The churning effect to the clay water mixture that is converted into mud of desired plasticity and consistency is taken out from the hole at the base and new charge is filled. So this is pugmill tempering. So ഇതാണ് പറഞ്ഞത് with the help of sometimes animal വെച്ചിട്ട് തന്നെ ഈ ആനിമൽ റൊട്ടേറ്റ് ചെയ്യുമ്പം ഈ നടുക്കത്തെ സെൻട്രൽ ആം റൊട്ടേറ്റ് ആവും. സോ ഇറ്റ് വിൽ ഗെറ്റ് മിക്സ്ഡ്. സോ നമ്മൾ സെലക്ഷൻ ഓഫ് സ്യൂട്ടബിൾ എർത്ത് കണ്ടു, പ്രിപ്പറേഷൻ ഓഫ് മഡ് കണ്ടു, നെക്സ്റ്റ് മോൾഡിങ് ഓഫ് ബ്രിക്സ്. ഇത്രയും ചെയ്തിട്ട് നമ്മൾ അതിനെ വേണ്ട ഷേപ്പിൽ മോൾഡ് ചെയ്തെടുക്കും. സോ ഇറ്റ്സ് എ പ്രോസസ് ഓഫ് മേക്കിംഗ് ഗ്രീൻ ബ്രിക്സ് ഓഫ് പ്രോപ്പർ ഷേപ്പ് ആൻഡ് സൈസ് thoroughly tempered clay. Two methods ഉണ്ട്, ഹാൻഡ് മോൾഡിങ്, മെഷീൻ മോൾഡിങ്. ഹാൻഡ് മോൾഡിങ് യൂസ്ഡ് by using skilled manpower. Most common method, quality of tempered clay is kept soft, more water content, that is 18 to 25% by weight. So we call this method as soft mud process. So two types in the hand molding, ground molding and table molding. So ground molding we know ground lo oru straight oru clear platform la nammal mold vechittu ground lo vechane brick adichedukkuneyana ground molding. Table molding ഒരു സ്പെഷ്യലി ഡിസൈൻ ടേബിളിൽ വെച്ചിട്ട് ബ്രിക്സ് ഷേപ്പിൽ നമ്മൾ മോൾഡ് ചെയ്തെടുക്കുന്നതാണ് ടേബിൾ മോൾഡിങ്. സോ മോൾഡിങ് ഓഫ് ബ്രിക്സ് ഇത് ഗ്രൗണ്ട് മോൾഡിങ് ആണ്, ഇത് ടേബിൾ മോൾഡിങ് ആണ്. സോ ടേബിൾ മോൾഡിങ് പ്രോസസ് സിമിലർ ടു പാലറ്റ് മോൾഡിങ് ഓൺ ഗ്രൗണ്ട്. ദ മോൾഡർ ഈസ് പ്ലേസ്ഡ് ഓൺ ദ സ്റ്റോക്ക് ബോർഡ് ആൻഡ് ദെൻ സ്പ്രിങ്കിൾ സം സാൻഡ് ഇൻസൈഡ് ദ സർഫസ് ഓഫ് ദ മോൾഡ്. സോ ഈ സാൻഡ് സ്പ്രിങ്കിൾ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മോൾഡിൻ്റെ ഉള്ളിൽ നമ്മളുടെ മഡ് ഇട്ട് ലെവൽ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ അത് ഡ്രൈ ചെയ്തിട്ട് പുറത്തെടുക്കാൻ സാൻഡ് ഇട്ട് കഴിഞ്ഞാൽ ഈസിയാണ്. ലൈക്ക് വൈസ് നമ്മൾ ഓയിൽ ചെയ്യുന്ന പോലത്തെ ഒരു എഫക്റ്റ്. സോ ഡാഷസ് എ ലംപ് ഓഫ് മഡ് ഇൻ ടു ഇറ്റ്, പ്രസസ് ഇറ്റ് തറലി ആൻഡ് സ്കിൽഫുള്ളി, കട്ട്സ് അവേ എനി സർപ്ലസ് മഡ് വിത്ത് സ്ട്രൈക്ക് ഓർ ദ കട്ടിംഗ് എഡ്ജ്. കൂടുതൽ പൊങ്ങിയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരു കട്ടിംഗ് എഡ്ജ് വെച്ചിട്ട് അതിന് ലെവൽ ചെയ്യും. പ്ലേസസ് ദ പാലറ്റ്സ് ഓവർ ദ മോൾഡ് ആൻഡ് ടേൺ ഇറ്റ് ഓവർ. So the molded brick is transferred to the pallet which is carried away by the helper. This process is repeated for each brick. The initial cost is slightly higher than ground molding but more efficient and economical in the long run because production is better in quality and quantity. Next, machine molding ഉണ്ട്. So essential process in all mechanized brick making plants machine molding ആണ് യൂസ് ചെയ്യുന്നത്. cheaper in longer run and gives uniform quality brick. Main two methods ഉണ്ട്, stiff mud method ഉണ്ട്, dry process method ഉണ്ട്. Stiff mud method in which a small quantity of water is added to a clay to create plasticity. This stiff mix is made to pass out under pressure from molding machine. This is ground molding. So commonly used molding method in India. So a stretch of land is first flattened, leveled and cleaned and made smooth by mud plastering. Then some sand is sprinkled uniformly over it to make it non-sticky.
സോ ദീസ് ആർ ഫ്രോക്സ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഗ്രൗണ്ട് മോൾഡിങ് ചെയ്യുന്നത്. Okay, next is machine molding, dry press process. In that, a very small quantity of water is added to finely crushed and thoroughly cleaned batch of clay. The mix is almost dry at best damp. കുറച്ച് വാട്ടർ കണ്ടിൽ തന്നെ നമ്മൾ മിക്സ് ഓൾമോസ്റ്റ് ഡ്രൈ ടൈപ്പിൽ തന്നെ നമ്മൾ അതിനെ മിക്സ് ചെയ്തെടുക്കുന്നതാണ്. സച്ച് ഡാമ്പ് ക്ലേ is fed through hoppers to special brick molds. Pressure 50 to 150 kilogram per centimeter square through hydraulic process. This pressure is sufficient enough to convert the loose damp clay mass into dense and very compact brick unit. Brick is removed from the mold. These bricks are having perfect shapes on all sides, edges and corners. Such bricks are also called as pressed bricks. So we have done with the molding. Next is drying of bricks. Mold ചെയ്തതിനു ശേഷം ഇത് dry ചെയ്യും. So the reason to dry the green bricks is to make green brick strong enough to bear rough handling during stacking in the kiln for burning, to allow loss of moisture at a slow rate to avoid disintegration, to save fuel during burning stage. So actually നമ്മൾ മോൾഡിങ് കഴിഞ്ഞിട്ട് ഇതിനെ ചൂടാക്കി ഡ്രൈ ആക്കണേന് ചൂടാക്കി ബേൺ ചെയ്തിട്ട് ഡ്രൈ ആക്കുകയാണ് വേണ്ടത്. സോ ബിഫോർ ദാറ്റ് സ്റ്റേജ് നമ്മൾ അതിനെ വെറുതെ പുറത്ത് വെച്ചിട്ട് തന്നെ ഡ്രൈ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡ്രൈയിങ് ഓഫ് ബ്രിക്സ് എന്ന് പറയുന്നത്. അത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഡയറക്റ്റ്ലി മോൾഡിങ് കഴിഞ്ഞിട്ട് അതിനെ ബേണിങ്ങിനെ കൊണ്ടുപോയി സ്റ്റാക്ക് ചെയ്യാനാണെങ്കിൽ ഈ ഗ്രീൻ ബ്രിക്സ് ചിലപ്പം ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഓർ നെക്സ്റ്റ് ഇപ്പം നമ്മൾ ബേൺ ചെയ്യുമ്പോൾ അത് അത്ര ഗ്രീൻ ആണെങ്കിൽ അതിന് കൂടുതൽ ഫ്യൂൽ വേണ്ടി വരും ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അത് നമ്മൾക്ക് ലാഭിക്കാം. ടു അലോ ലോസ് ഓഫ് മോയ്സ്ചർ അറ്റ് എ സ്ലോ റേറ്റ്, പതിയെ പതിയെ മോയ്സ്ചർ കണ്ടന്റ് കളയുന്നതിന് വേണ്ടിയിട്ട്. എന്ന് വെച്ചാൽ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഡിസിൻറ്റഗ്രേഷൻ ഉണ്ടാവില്ല. സോ ഈ 3 കാരണങ്ങൾ കൊണ്ടിട്ടാണ് നമ്മൾ ഡ്രൈ ചെയ്യുന്നത്. സോ ഡ്രൈയിങ് 2 മെത്തേഡ് ഉണ്ട്, ആർട്ടിഫിഷ്യൽ മെത്തേഡ്, നാച്ചുറൽ മെത്തേഡ്. ആർട്ടിഫിഷ്യലിൽ ഡ്രൈയിങ് ഇൻ ദ ചേമ്പർ, ഒരു ചേമ്പറിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഡ്രൈ ചെയ്യുന്നു. ഡ്രൈയിങ് ഇൻ ദ ടണൽ. നാച്ചുറൽ മെത്തേഡ് എന്ന് വെച്ചാൽ എയർ ഡ്രൈയിങ് ഓർ സൺ ഡ്രൈയിങ്, സണ്ണിൻ്റെ കീഴിലോ അല്ലെങ്കിൽ ഡയറക്റ്റ്ലി ഒരു എയറി പ്ലേസിലോ നമ്മൾ ഇങ്ങനെ ബ്രിക്സിനെ നിരത്തി വെച്ചിട്ട് ഡ്രൈ ചെയ്യിക്കുന്നത് നെക്സ്റ്റ് മെത്തേഡാണ്. ദാറ്റ് ഈസ് എ നാച്ചുറൽ മെത്തേഡ്. സോ ദിസ് ഈസ് എ ഡ്രൈയിങ് ഓഫ് മെത്തേഡ് naturally. Next, drying of method, natural method, stacking method. There are 2 different stages involved in the drying process: pre-stacking and stacking stage. Pre-stacking stage in which molded bricks are laid sidewise and flatwise for 2 to 3 days in the drying fields, so they become hard enough to handle for stacking in the heaps. Just sidewise or flatwise or 2-3 ദിവസം നമ്മൾ ഫീൽഡിൽ ഇങ്ങനെ വെക്കും. അതാണ് pre-stacking stage. In a stacking stage, bricks are arranged in layers. 100 cm wideലും 10 brick layer heightലും layer ആയിട്ട് വെച്ചിട്ട് stacking is done in specially prepared drying ground. Enough space is left in between the individual bricks in between layers. Stacking ടൈമിൽ നമ്മൾ 2-3 ദിവസത്തേക്ക് ഇതിനങ്ങനെ തന്നെ ഡ്രൈ ചെയ്യാൻ വേണ്ടി വെക്കും. So this is a natural method, stacking method. Drying of bricks-ൽ artificial drying ഉണ്ട്. That is നമ്മൾ കണ്ടു ചേമ്പറും ടണലും. So it is independent of weather condition. മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ മെത്തേഡിൽ ഒരു അഡിക്വേറ്റ് സൺലൈറ്റ് എല്ലാ ടൈമിലും മാത്രമേ വി ക്യാൻ ഗോ ഫോർ നാച്ചുറൽ മെത്തേഡ്. ഇൻ കേസ് വെതർ എല്ലാം എഗെയിൻസ്റ്റ് ആണെങ്കിൽ നമ്മൾക്ക് ഡ്രൈയിങ് ഓഫ് ബ്രിക്സ് ബൈ ആർട്ടിഫിഷ്യൽ മെത്തേഡ് ചെയ്യേണ്ടി വരും. മൈറ്റ് ബി ഒരു ചേമ്പറിൻ്റെ ഉള്ളിലോ ടണലിൻ്റെ ഉള്ളിലോ ഇതിലെല്ലാം സ്റ്റാക്ക് ചെയ്തിട്ട് ഒരു ഹോട്ട് എയർ പാസ് ചെയ്ത് പതിയെ ഡ്രൈ ചെയ്യിക്കേണ്ടി വരുന്ന ഇതാണ് ആർട്ടിഫിഷ്യൽ ഡ്രൈയിങ്. So chamber drying is arranged in stacks in drying chamber by keeping sufficient spaces for free circulation of hot air around them. Stack ചെയ്ത് വെക്കും, പക്ഷേ എല്ലാ സൈഡിലും അഡിക്വേറ്റ് സ്ഥലം വിടും. സോ ദാറ്റ് എന്നിട്ട് നമ്മളൊരു ഹോട്ട് എയർ കൊടുക്കും, ഒരു ഹീപ്പ് കത്തിച്ചിട്ടോ വല്ലതും. സോ ഈ ഹോട്ട് എയർ is circulated under controlled condition of temperature and humidity. So 2 to 4 days or more നമ്മൾ ഇങ്ങനെ ഡ്രൈ ചെയ്യും. ആൻഡ് ദെൻ നെക്സ്റ്റ് ബാച്ച് സ്റ്റാക്ക്, എന്നിട്ട് ഇത് മാറ്റിയിട്ട് അടുത്തത് സ്റ്റാക്ക് ചെയ്യും. So this is chamber drying. ഒരു ചേമ്പറിൻ്റെ ഉള്ളിലോട്ട് നമ്മളത് കടത്തി വിടാം. Next is tunnel. Bricks are stacked on mobile cars that are made on travel on rails within a specially designed drying tunnel. The tunnel is divided into compartments and each car is made to stay in a particular compartment for a prefixed duration. The car comes out from the other end. So 2 to 3 days for a carload of bricks to dry to a desired. എന്നുവെച്ചാൽ ഒരു ട്രോളി പോലത്തെ ഒരു സ്റ്റാക്സ് ഉണ്ടാവും. അത് ഒരു എൻഡിൽ നിന്ന് കടത്തി വിട്ടിട്ട് പിന്നെ അത് പിക്ചറിൽ നിന്ന് മനസ്സിലാവും. ലൈക്ക് ദിസ് വൺ, ഇവിടെ കൂടെ നമ്മൾ കടത്തി വിടും, എന്നിട്ട് അതിനെ നമ്മൾ ഡ്രൈ ചെയ്യിപ്പിക്കും, എന്നിട്ട് നെക്സ്റ്റ് എൻഡിൽ കൂടെ അതിനെ തിരിച്ചെടുക്കും. നെക്സ്റ്റ് ഇസ് ബേണിംഗ് ഓഫ് ബ്രിക്സ്. സോ നമ്മൾ സ്യൂട്ടബിൾ ക്ലേ എർത്ത് സെലക്ട് ചെയ്തു, അതിൻ്റെ മഡ് പ്രിപ്പയർ ചെയ്തു, മോൾഡ് ചെയ്തു, ഡ്രൈ ചെയ്തു, നെക്സ്റ്റ് അതിനെ ബേൺ ചെയ്യിക്കുന്ന
stage ആണ്. So absolutely essential to develop in brick making the desired building properties such as sufficient strength, hardness, durability and resistance to decay and disintegration. ഇത്രയും പ്രോപ്പർട്ടീസ് വരുന്നത് അതിൻ്റെ പ്രോപ്പർ ബേണിങ്ങിലാണ്. So this is a picture of burning of bricks. 3 chemical changes takes place during. So burning ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ 3 പ്രോസസ്സാണ്. ഡീഹൈഡ്രേഷൻ, ദാറ്റ് ഇസ് കംപ്ലീറ്റ് റിമൂവൽ ഓഫ് വാട്ടർ ഫ്രം ദ പോർസ് ഓഫ് ദ ബ്രിക്സ്. നമ്മൾ മോയ്സ്ചർ കണ്ടന്റ് വാട്ടർ ആഡ് ചെയ്തിട്ടാണ് അത് നീഡ് ചെയ്തിട്ടൊക്കെ ബ്രിക്ക് ഉണ്ടാക്കുന്നത്. സോ ഈ ബേണിംഗ് പ്രോസസ്സിൽ കംപ്ലീറ്റ് വാട്ടർ ഡീഹൈഡ്രേറ്റ് ആയി പോകും. സോ കംപ്ലീറ്റ് അറ്റ് എ ടെമ്പറേച്ചർ റേഞ്ച് ഓഫ് 425 to 765 ഡിഗ്രി സെൽഷ്യസിൽ. സോ ലോസസ് ഓൾ ദ ഫ്രീ വാട്ടർ. ഒരു പാർട്ടിക്കിൾ ഓഫ് വാട്ടർ പോലും പിന്നെ ബ്രിക്സിൽ ഉണ്ടാവില്ല. സോ ഡീഹൈഡ്രേഷൻ. നെക്സ്റ്റ് ഓക്സിഡേഷൻ. It start taking place during heating of the bricks at a temperature above and gets completed at about 650 to 900 degrees Celsius. All the organic matter in the brick earth gets oxidized. Carbon and sulfur are eliminated as oxides. So fluxes become reactive at this temperature. Brick acquires a red color due to oxidation of iron in the clay. So next is oxidation. Last is vitrification. So this reaction takes place at a temperature range of 900 to 1100 degrees Celsius. The alumina and silica start softening in the presence of fluxing compounds. The constituent grains get bound firmly. So how burning of bricks are done? രണ്ട് മെത്തേഡ് ഉണ്ട്. ക്ലാമ്പ് ബേണിങ്ങും ഉണ്ട്, കിൽ ബേണിങ്ങും ഉണ്ട്. സോ ദിസ് ഈസ് എ ക്ലാമ്പ്. ഇതുപോലെ നമ്മൾ സ്റ്റാക്ക് ചെയ്ത് വെച്ചിട്ട് ഈ ഹോളിൽ നമ്മൾ ഫ്യൂവൽ ചെയ്തിട്ട് ഫയർ ചെയ്യുന്നതാണ് ക്ലാമ്പ് ബേണിംഗ്. സോ ക്ലാമ്പ് ബേണിംഗ്, ഓപ്പൺ കിൽ ഓർ പസവ. So temporary structure constructed over the ground, height about 4 to 6 meter, used for the lowest scale bricks, not suitable in monsoon season. എന്നുവെച്ചാൽ നമ്മളിത് പുറമേ തന്നെ ഇരുന്ന് ചെയ്യുന്നതുകൊണ്ടിട്ട് മഴക്കാലത്ത് പറ്റുന്നില്ല. Trapezoidal in plan, whose shorter edge among the parallel sides is below the ground and sloping angle of about 15 degree. A vertical brick and a mud wall is constructed at the lower edge to support the stack of the brick. So ഇതാണ് ക്ലാമ്പ് ബേണിംഗ്. So in clamp burning, first layer fuel is laid at the bottom most layer with coal, wood and other locally available material like cow dung and husk. Another layer 4 to 5 rows of brick വെക്കും. പിന്നെയും നമ്മൾ ഫ്യൂവൽ വെക്കും. So the thickness of the fuel layer decreases with the height of the clamp. So താഴെ നമ്മൾ കൂടുതൽ ഫ്യൂവൽ കൊടുക്കും, മുകളിലോട്ട് പോകും തോറും കുറച്ച് ഫ്യൂവലിൻ്റെ തിക്നെസ് കുറക്കും. So top surface covered with mud so as to preserve the heat. ബാക്കിയുള്ള എല്ലാ വശവും മഡ് വെച്ചിട്ട് കവർ ചെയ്യും. സോ ഇപ്പം നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് പുറത്തോട്ട് പോവില്ല. ആൻഡ് ഒരു എഡ്ജിൽ ഫുള്ള് നമ്മൾ മഡ് വോളും തീർക്കും. ഓക്കെ, എന്നിട്ട് ആ വോളിൽ അഗെയിൻസ്റ്റ് ആയിട്ടാണ് നമ്മൾ ബ്രിക്സിനെ സ്റ്റാക്ക് ചെയ്ത് വെക്കുന്നത്. സോ ഫയർ ഈസ് ഇഗ്നൈറ്റഡ് അറ്റ് ദ ബോട്ടം. വൺസ് ഫയർ ഈസ് സ്റ്റാർട്ടഡ് ഇറ്റ് ഈസ് കെപ്റ്റ് അണ്ടർ ഫയർ ബൈ ഇറ്റ് സെൽഫ് ഫോർ 1 to 2 months ആൻഡ് സെയിം ടൈം പീരീഡ് ഈസ് നീഡഡ് ഫോർ ദ കൂളിംഗ് ഓഫ് ബ്രിക്സ്. ഫയർ ചെയ്തിട്ട് ഫുള്ള് നമ്മൾ അടച്ചു വെച്ചിട്ട് 1-2 മാസത്തേക്ക് പിന്നെ അത് ആസ് സച്ച് അങ്ങനെ വെക്കും. അത്രയും ടൈം തന്നെ നമ്മൾ കൂളിങ്ങിനും പ്രൊവൈഡ് ചെയ്യും. സോ ഇൻ എ ക്ലാമ്പ് ഓഫ് 10 meter into 7.5 meter sides, about 1 lakh bricks can be burned in 2 months. Next, advantages of clamp burning. It is easy to erect and operate. Any type of fuel can be used and not requires any skilled labor and least supervision is required. So economical. Clamp is not liable to injury from high wind or rain. വലിയ വെതർ കണ്ടീഷൻസ് ഭയങ്കര അഗെയിൻസ്റ്റ് ആണെങ്കിലും അത്ര പ്രശ്നം വരുന്നില്ല. നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജസ്, ബേണിംഗ് ഓഫ് ബ്രിക്സ് ഇസ് നോട്ട് യൂണിഫോം. അപ്പം നമ്മൾക്ക് ഷ്യൂരിറ്റി കൊടുക്കാൻ പറ്റത്തില്ല. നെക്സ്റ്റ്, ബ്രിക്സ് ലൂസ് ദ ഷേപ്പ്. റീസൺ മേ ബി ദ ആർ ഡിസെൻഡിങ് ഡൗൺവേർഡ് വൺസ് എ ഫ്യൂവൽ ലെയർ ഇസ് ബേൺഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഫ്യൂവൽ ലെയർ കത്തി തീരാറാകുമ്പോഴത്തേക്കും മുകളിലെ ബ്രിക്കിൻ്റെ വെയിറ്റും ഉണ്ട്, അത് പതിയെ താഴത്തോട്ട് ഇറങ്ങും. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും ബ്രിക്സിൻ്റെ ഷേപ്സ് ചേഞ്ച് ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട്. This method cannot be employed for the manufacturing of large number of bricks and it is costly in terms of fuel because large amount of heat is wasted. Next, it cannot be employed in monsoon season. Time required for burning is too long. No possibility to regulate heat once it start burning. Okay. Next is kiln burning. Kilns are permanent structures used for burning fuel, coal and other locally available materials like wood, cow dung, etc. So fuel നമ്മൾ ഇതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. 2 types based on their principles of construction. Kiln burning, that is intermittent kilns, periodic kilns. Once
only one process can take place at one time. Intermittent. The brick supply from such kilns is intermittent and not continuous. Allahabad kiln is an example. So other intermittent kilns and continuous kilns and continuously possible to get supply of bricks almost continuously used when the bricks are demanded in large scales and in short time. So operations in these chambers are so controlled that at any given time when one chamber is in the loading process, another chamber may be in burning stage. That chamber in the third chamber in the preheating stage, fourth chamber in the cooling stage, fifth chamber in the unloading or supply stage. ഇതിൽ കുറേ ചേംബർ ആയിട്ടാണ് കണ്ടിന്യൂസ്ലി. സോ ഓരോ ചേംബറിലും ഓരോ സീക്വൻഷ്യൽ പ്രോസസ് ആയിരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത്. എക്സാമ്പിൾ ബുൾസ് ട്രെഞ്ച്, ഹോഫ്മാൻസ് കണ്ടിന്യൂസ് കിൽ, ടണൽ കിൽ. സോ ഇന്റർമിറ്റന്റിൽ നമ്മൾ പറഞ്ഞു അറ്റ് എ ടൈമിൽ ഒരെണ്ണേ നടക്കുള്ളൂ. സോ റെക്ടാങ്കുലർ ഫോർ ഇറ്റ്സ് എ റെക്ടാങ്കുലർ ഇൻ ഷേപ്പ് ഫോർ പെർമനന്റ് വാൾസ് ടോട്ടലി അണ്ടർഗ്രൗണ്ട് ഓർ പാർഷ്യലി അണ്ടർഗ്രൗണ്ട് and partly overground ആവാം. The longer walls are raised perpendicular to the direction of the prevailing winds, provided with a number of openings called flues exactly opposite to each other for charging fuels and controlling air. Openings are provided with door sheets which can be raised or lowered. The shorter walls are provided with doors for loading and unloading the bricks. There are 4 stages in the working of kiln: loading, firing, cooling and unloading. So this is the intermittent kiln. So these are the spaces for fuel in between കാണുന്നത്. So loading, first process loading. Dried bricks are laid in rows on the raised portions. So in kiln burning, dried bricks are laid in rows on the raised portions. So ഇത്തിരി റേസ് ചെയ്ത് നമുക്ക് പിക്ചറിൽ ക്ലിയർ ആണോ എന്ന് എനിക്ക് അറിഞ്ഞുണ്ട്. ഈ പിക്ചറിൽ ഈ നടുക്കാണ് സ്പേസസ് ആണ് സ്പേസ് ഫോർ ഫ്യൂവൽ. സോ ബാക്കിയുള്ള സ്പേസിൽ നമ്മൾ ബ്രിക്സിന് ഓരോ ലെയറായിട്ട് 2 to 3 ബ്രിക്ക് തിക്കിൽ ഓരോ റോസ് കൺസ്ട്രക്ട് ചെയ്യും. ആൻഡ് ഇറ്റ്സ് ഹൈറ്റ് ഇസ് 8 to 10 ബ്രിക്ക് ലെയേഴ്സ് ആണ്. സോ ബ്രിക്ക് ലേയിങ് ഇൻ സച്ച് എ മാനർ that will make an arch shaped opening for supply of fuel and also for supply of air. So while staking, some space is provided between individual bricks for circulation while stacking. So stack ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ in between these bricks നമ്മൾ കുറേ സ്പേസ് വിടുന്നുണ്ട്. ദാറ്റ് ഈസ് ഫോർ ദ സർക്കുലേഷൻ ഓഫ് എയർ അറൗണ്ട് ഈച്ച് ബ്രിക്ക്. അതുപോലെ തന്നെ സ്റ്റാക്ക് ചെയ്ത് കഴിഞ്ഞ് ഏറ്റവും ടോപ്പ് പോർഷനിൽ നമ്മൾ ഡ്രൈ എർത്ത് തിക്ക് ലെയർ ആയിട്ട് കൊടുക്കും, വിച്ച് ഹെൽപ്സ് ഇൻ പ്രിവെൻറ്റിംഗ് എസ്കേപ്പ് ഓഫ് ഹീറ്റ് ഫ്രം ദ കിൽ ഡ്യൂറിംഗ് ദ ബേണിംഗ് പ്രോസസ്. സോ ദിസ് ഇസ് ഹൗ ലോഡിംഗ് ഈസ് ഡൺ ഇൻ കിൽ. Next is firing. So after loading, fuel is supplied in the opening at the base and is fired through the arch-shaped opening provided for this purpose. So നമ്മൾ കൊടുത്ത സ്പേസിലുള്ള ഫ്യൂവൽ പിന്നെ നമ്മൾ ഫയർ ചെയ്യും. സോ ലോ ഫയേഴ്സ് എന്ന് വെച്ചാൽ 1 to 2 days for removing moisture left in the brick during the process of drying. Firing is brought to full strength. The flames spread upward, baking and burning the bricks stacked within the body of the kiln in 2 to 3 days time. So 2 to 3 days ടൈമിൽ തന്നെ ഫുള്ള് മോയ്സ്ചർ ഒക്കെ എടുക്കും. So loaded, fired. Next is cooling process. After visual inspection and ensuring that all the fuel has been burnt. So ഇതിൽ ഇത്തിരി ഇവിടെ ക്ലിയർ ആണ്. These are the bricks. So അതിൻ്റെ ഇടയിലത്തെ സ്പേസ് ആണ് ഫ്യൂവലിനുള്ളത്. ഓക്കെ, സോ ഈ ചുറ്റും 4 സൈഡും വോൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഡോർ ഉണ്ട്. ഈ ഡോറ് വഴിയായിട്ടാണ് നമ്മൾ ബ്രിക്സ് സ്റ്റാക്ക് ചെയ്യുന്നത്. ഓക്കെ, so after visual inspection and ensuring that all the fuel has been burned, the kiln's openings are closed for 7 to 10 days. ഇപ്പം നമ്മൾ നോക്കിയിട്ട് ഓൾമോസ്റ്റ് ഒരു ത്രൂ ഔട്ട് യൂണിഫോം ബേണിംഗ് ആയി എന്ന് കാണുമ്പോൾ നമ്മൾ ഫുൾ അടച്ചൊരു 7-10 ദിവസം 7 to 10 days നമ്മൾ കൂളിംഗ് പ്രോസസ്സിനെ അലോ ചെയ്യും, which helps in natural slow cooling of the burned bricks. So slow cooling is essential for avoiding development of cracks in the cooled bricks. If cooling at a fast rate, cracks are likely to occur and spoil the bricks. So നമ്മൾ ബേണിങ്ങിനേക്കാളും കൂടുതൽ ടൈം ശരിക്കും കൂളിങ്ങിന് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലോ കൂളിംഗ് ആണെങ്കിൽ പെട്ടെന്ന് ക്രാക്സ് ഡെവലപ്പ് ചെയ്യില്ല. പക്ഷേ പെട്ടെന്ന് നമ്മൾ കൂളിംഗ് പ്രോസസ്സ് കൊടുക്കുകയാണെങ്കിൽ ഫാസ്റ്റ് റേറ്റിലാണെങ്കിൽ ഒക്കറൻസ് ഓഫ് ക്രാക്സിന് ചാൻസ് ഉണ്ട്. കൂളിംഗ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് അൺലോഡിംഗ്. സോ ആഫ്റ്റർ സഫിഷ്യന്റ് കൂളിംഗ്, ദ ടോപ്പ് ലെയർ ഓഫ് ദ ഡസ്റ്റ് ഈസ് റിമൂവ്ഡ്. Burned bricks are removed from the top layer to downwards. The entire kiln is emptied and thoroughly cleaned for loading next batch. So intermittent kilniലാണ് നമ്മളിപ്പോൾ പറഞ്ഞ ഈ 4 പ്രോസസ്സ് നടക്കുന്നത്. നെക്സ്റ്റ് ഇസ് കണ്ടിന്യൂസ് ടൈപ്പ് ഓഫ് കിൽ ബേണിംഗ്. അതിൻ്റെ എക്സാമ്പിളാണ് ദ ബുൾസ് ട്രെഞ്ച് കിൽ.
So the number of compartments which can be operated in sequential process ഉണ്ടാവും. Possible to obtain a regular supply of burned bricks. So നമ്മൾക്ക് ഇതിൽ നിന്ന് തന്നെ കാണാൻ പറ്റും പ്രീഹീറ്റിംഗ് സോൺ ഉണ്ട്, ഫയറിംഗ് സോൺ ഉണ്ട്, സ്റ്റോക്കിംഗ് സോൺ ഉണ്ട്, കൂളിംഗ് സോൺ ഉണ്ട്. ഈ കൂളിംഗ് സോണിൽ നിന്ന് വരുന്ന ബ്രിക്സ് നമ്മൾക്ക് ഇതേ വഴി ഡ്രോ ചെയ്യാൻ പറ്റും. സോ ദിസ് ഇസ് സെറ്റിംഗ് ഓഫ് ഗ്രീൻ ബ്രിക്സ്. ഇവിടെ നമ്മൾ ഗ്രീൻ ബ്രിക്സ് വെച്ച് കൊടുക്കും, അത് പതിയെ പതിയെ ചിമ്മിണിയിലോട്ട് പോകും, പിന്നെ അതിനെ പ്രീഹീറ്റ് ചെയ്യും, ഫയർ ചെയ്യും, അങ്ങനെ. സോ ദിസ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്. സോ ദ കൺസ്ട്രക്ഷൻ ഇറ്റ് ക്യാൻ ബി റെക്ടാങ്കുലർ, സർക്കുലർ, ഓവൽ ഷേപ്പ്, വാട്ട് എവർ ഇറ്റ് ഈസ്, ഫ്രീ മൂവ് ആ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സിന് പോസിബിൾ ആയിട്ടുള്ള രീതിയിലായിരിക്കണം. സോ ബിലോ ദ ഗ്രൗണ്ട് ലെവൽ ബൈ എക്സ്കവേറ്റിംഗ് എ ട്രഞ്ച് ഓഫ് റിക്വയർഡ് വിഡ്ത്ത് for the given capacity of brick manufacturing, usually underground ആണ്. So range of dimension of trench depending upon the desired capacity of bricks. Dimension നമ്മൾക്ക് lengthwise, these are the usually desired capacity of bricks നമ്മൾ കൊടുക്കുന്നത്. So a typical trench kiln has two walls, inner wall ഉണ്ട്, outer wall ഉണ്ട്. Inner wall continuous and close contact with the inner land part. Outer wall number of openings or grates provided with dampers or doors which can be opened or closed. So ഈ കേസിൽ തന്നെ ഇതൊരു ഇന്നർ വോൾ ആണ്. ദിസ് ഇസ് ഔട്ടർ വോൾ. ഔട്ടർ വോളിലാണ് യൂഷ്വലി നമ്മൾ അതിൻ്റെ ഡോറും സെറ്റ് സ്റ്റാക്ക് ചെയ്യാനും എടുക്കാനും ഒക്കെ ഉള്ള ഡോർസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഔട്ടർ വോൾസിലാണ്. സോ ദിസ് ഈസ് ദ പിക്ചർ. ഇപ്പം നമ്മൾ നേരത്തെ കണ്ടത് തന്നെയാണ്, ഓരോ പ്രോസസ്സ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ്, ദിസ് ട്രെഞ്ച് ഇസ് ഡിവൈഡഡ് ജനറലി ഇൻ 12 chambers so that 2 number of cycles of brick burning can take place at the same time for large production of bricks. So the structure is underground so that heat is conserved to large extent, so it is more efficient. So നമ്മൾ ഇൻ്റർമിറ്റൻറ്റ് ബേണിങ്ങിൽ കണ്ടു, അത് അതിൻ്റെ മുകളിൽ നമ്മൾ ഡസ്റ്റ് എർത്ത് ഒക്കെ വെച്ചിട്ട് ഫില്ല് ചെയ്യുന്നുണ്ട് ടു എൻഷ്യൂർ ദ ഹീറ്റ്. സോ ഇതെന്ന് വെച്ചാൽ ത്രൂ ഔട്ട് അണ്ടർഗ്രൗണ്ട് ആയതുകൊണ്ട് ആ ഒരു ഹീറ്റ് അവിടെ തങ്ങി നിന്നോളും. So once the firing is started, it constantly travels from one chamber to the other while other operations like loading, unloading, cooling, burning, preheating takes place simultaneously. Such kilns are generally constructed to have a manufacturing capacity of about 20,000 bricks per day. Drawback എന്ന് വെച്ചാൽ not a permanent roof, so it is not easy to manufacture the bricks in monsoon seasons. So ഇതിൽ നമ്മൾ പറഞ്ഞു 12 chambers ഉണ്ട് എന്ന് വെച്ചാൽ 2 സെറ്റ് ഓഫ് സൈക്കിൾസിന് പറ്റുന്ന രീതിക്കാണ് നമ്മൾ കിൽൻ ഡിസൈൻ ചെയ്യുന്നത്. സോ ദിസ് ഈസ് എ സെക്ഷൻ. ഒരു AB സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ചിമ്മിണി ഇതാണ്, ഇതെല്ലാം അണ്ടർഗ്രൗണ്ടിലായിരിക്കും. ആൻഡ് പ്ലാൻ എടുത്ത് നോക്കണമെങ്കിൽ വി വിൽ ഗെറ്റ് 12 chambers, 1 to 6 ഒരു സൈക്കിൾ, നെക്സ്റ്റ് 1 to 6 ഈ സൈഡിൽ അടുത്ത സൈക്കിൾ. സോ ബേണിംഗ് ഓഫ് ബ്രിക്സ് വർക്കിംഗ് എന്ന് വെച്ചാൽ ഫസ്റ്റ് പ്രിപ്പയർ ടു കീപ് ഓൾ കമ്പാർട്ട്മെന്റ്സ് of the kiln in operation. Each compartment has to pass through the following 6 stages such as loading, unloading, cooling, burning, preheating and cleaning. So loading. Stacking of brick is done carefully within the kiln boundaries. Enough space is left between any two bricks in a layer for free circulation of hot gases. Fuel galleries are made in the lower regions that are continuous with the flues in the outside wall. So vertical flues are left connecting the fuel galleries and horizontal flues. These holes should be left approximately every meter during loading. Arched openings are left at the end for placing the chimney. So നമ്മൾ ലോഡിങ് ചെയ്യുമ്പോഴേക്കും നമ്മൾ ബ്രിക്സ് സ്റ്റാക്ക് ചെയ്യേണ്ട രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ whenever ഈ ഡോർസ് ദീസ് ആർ ഫ്ലൂ ഹോൾസ്. സോ ഇതെന്ന് വെച്ചാൽ നമ്മൾ ഫ്യൂവലെല്ലാം ഇഞ്ചെക്ട് ചെയ്യാൻ പറ്റുന്ന സ്പേസ് ആണ്. സോ ഈ ഫ്ലൂ ഹോൾസ് വരുമ്പോഴത്തേക്കും അത് കണക്ട് ചെയ്യുന്ന രീതിക്ക് നമ്മൾ ബ്രിക്സ് സ്റ്റാക്ക് ചെയ്യണം. സോ ദാറ്റ് we will get vertical flue holes as well as horizontal flue holes get connected. So the top of the loaded section is thoroughly covered with 20 to 30 cm deep layer of ash and dust. Metal plates may be placed over them during the operation to cover the top. So this is the loading process. Next comes preheating. So in preheating, hot and waste gases from a preceding burning chamber are made to pass to the loaded chamber by raising the dampers between the two chambers. Gas are not very hot to make the bricks completely dry and make them ready for final burning. Next burning stage, required volume of air is supplied by regulating the opening by raising the gates provided in the outer wall. Additional quantities of fuel may be added from the flues provided at the top. 24 to 30 hours for perfect burning. Next is cooling process. All the outer gates are closed by lowering the dampers. The
interdepartmental gates are opened for leading the hot gases to the preheating section 3 to 4 days to cool down completely before unloading. Next it is unloaded. So the advantages are cost of fuel is less as heat of hot gas is fully utilized for preheating of bricks. So ഇപ്പോൾ നമ്മളിവിടെ കണ്ടതാണ് ഇൻ്റർമീഡിയറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇടയിലുള്ള ഗേറ്റ്സ് എല്ലാം തുറന്നു വെക്കും സോ ദാറ്റ് ആ ഹോട്ട് ഗ്യാസ് പ്രീഹീറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് അതും ചെയ്യുന്നുണ്ട്. സോ കോസ്റ്റ് ഓഫ് ഫ്യൂവൽ കുറവായിരിക്കും, എന്നുവെച്ചാൽ യൂസേജ് ഓഫ് ഫ്യൂവൽ കുറവാണ്. സോ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് bricks are possible. High percentage of first class bricks are available. Disadvantages: high initial cost and constant skilled supervision is essential. So this is basically the Bull's trench kill. Next is the Hoffman's continuous kill. That E shape, circular shape ആയിരിക്കും. Principle എന്ന് വെച്ചാൽ modern and more refined type of brick kiln ആണ് for large number of bricks, control condition of temperature. So how it is done, how it is constructed, that is overground ആണ്. നമ്മൾ നേരത്തെ കണ്ട ബുൾ ട്രെഞ്ച് അണ്ടർഗ്രൗണ്ട് ആണ്. സോ ഇറ്റ് ഈസ് സംടൈംസ് നോൺ ആസ് ഫ്ലെയിം കിൽ. സർക്കുലർ ഇൻ പ്ലാൻ ആണ്. ഇറ്റ് ഈസ് ഡിവൈഡ് ഇൻ ടു 12 ചേമ്പേഴ്സ്. പെർമനന്റ് റൂഫ് ഉണ്ട് ഇതിൽ, മറ്റേതിൽ പെർമനന്റ് റൂഫ് ഇല്ല. അതുകൊണ്ടിട്ട് വെതർ കണ്ടീഷൻസിൽ മൺസൂണിനൊന്നും ബുൾ ട്രെഞ്ച് യൂസ് ചെയ്യാൻ പറ്റില്ല, ബട്ട് ഹോഫ്മാൻസ് യൂസ് ചെയ്യാൻ പറ്റും. The adjacent chambers are interconnected by doors which can be opened or closed by raising or lowering dampers. The central chimney is provided which is connected to all 12 chambers. ഇതിലുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ സെൻട്രൽ ചിമ്മിനിയാണ്. സോ ഇത് സർക്കുലർ ആയതുകൊണ്ട് എല്ലാ ചേമ്പറിലും നമ്മൾക്കത് യൂസ് ചെയ്യാൻ പറ്റും, എവിടെയാണോ ഹീറ്റിംഗ് വരുന്നത്, ഫയറിംഗ് വരുന്നത് ആ സ്ഥലത്ത്. So each chamber is also provided with separate gate in the outer wall through which it can be loaded, unloaded and fired. So working at any time, some chambers can be in burning, other in the preheating, still the others in cooling and some in the unloading stage. The most important condition for the working is establishment of upward current of air within the kiln, which can be done by closing the outer gates except of the chamber which is being unloaded. So natural air enters the kiln through these gates. So this is the picture of the Hoffman's continuous kiln. So it is made to pass through different chambers by opening the interconnecting doors. The flue at the back of each chamber is kept closed. The air will do the job of cooling, burning and preheating. The air is then entering the chimney for preheating stage. The scheme of cyclic operation is prepared in advance for working. There are many possibilities based on the requirement of each stage. We can decide the operation of the kiln. So this is the main comparison between clamp burning and kiln burning. സോ കപ്പാസിറ്റി, കോസ്റ്റ്, ഇനീഷ്യൽ കോസ്റ്റ്, ക്വാളിറ്റി, കപ്പാസിറ്റിയിൽ ഏറ്റവും കൂടുതൽ നമ്മൾക്ക് കിട്ടുന്നത് കിൽൻ ബേണിങ്ങിലാണ്. ബിക്കോസ് ഇത് പെർ ഡേ വിൽ ഗെറ്റ് 25,000 അറൗണ്ട് ബ്രിക്സ്. ഇതിൽ അറ്റ് എ ടൈം നമ്മൾ കുറേ നാൾ വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ക്ലാമ്പ് ബേണിങ്ങിൽ കിട്ടുന്നത്. പക്ഷേ കോസ്റ്റ് ഓഫ് ഫ്യൂവൽ ഇതിൽ ക്ലാമ്പിൽ കുറവാണ്, കില്ലിൽ കൂടുതലാണ്. ഇനിഷ്യൽ കോസ്റ്റ് കിൽ ബേണിങ്ങിൽ കൂടുതലാണ്. ക്വാളിറ്റി ഓഫ് ബ്രിക്സ് ഏറ്റവും കൂടുതൽ നല്ലത് കിട്ടുന്നത് കിൽ ബേണിങ്ങിലാണ്. റെഗുലേഷൻ ഓഫ് ഫയർ ക്ലാമ്പ് ബേണിങ്ങിൽ നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, പക്ഷേ കിൽ ബേണിങ്ങിൽ നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. സ്കിൽഡ് സൂപ്പർവിഷൻ വേണ്ടത് കിൽ ബേണിങ്ങിലാണ്. ഇതിൽ നമ്മൾ ഒരു പ്രാവശ്യം പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് സൂപ്പർവിഷനെ വേണ്ട, നോക്കേണ്ട കാര്യമില്ല, നമ്മളത് ക്ലോസ് ചെയ്തിടുകയാണ്. സോ സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കിൽ ബേണിങ് ഒരു ടെമ്പററി സ്ട്രക്ചർ പെർമനൻ്റ് ആണ്, വേറാസ് ക്ലാമ്പ് ബേണിങ് ഇസ് എ ടെമ്പററി സ്ട്രക്ചർ. അത് കഴിഞ്ഞാൽ നമ്മൾക്ക് ആ പ്ലേസ് വേറെ എന്തെങ്കിലും ആവശ്യത്തിന് യൂസ് ചെയ്യാവുന്നതാണ്. സ്യൂട്ടബിലിറ്റി വെൻ ബ്രിക്സ് സ്മോൾ സ്കെയിൽ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ ക്ലാമ്പ് ബേണിങ്ങും, ലാർജ് സ്കെയിൽ ഡിമാൻഡൊക്കെ വരുന്നതാണെങ്കിൽ കിൽ ബേണിങ്ങും ആണ്. ടൈം ഓഫ് ബേണിങ് 2 to 6 months ആണ്. ഇവിടെ നമ്മൾക്ക് അറൗണ്ട് 12 days നമ്മൾക്ക് ഫുള്ള് പ്രോസസ്സ് ചെയ്ത് കഴിയുന്നതാണ്. സോ വേസ്റ്റേജ് ഓഫ് ഹീറ്റ് കൂടുതലുള്ളത് ക്ലാമ്പ് ബേണിങ്ങിലാണ്. പക്ഷേ കിൽ ബേണിങ്ങിൽ ഹോട്ട് ഫ്ലൂ ഗ്യാസ് ഇസ് യൂസ്ഡ് ടു ഡ്രൈ ആൻഡ് പ്രീ ഹീറ്റ് റോ ബ്രിക്സ്, ഹെൻസ് വേസ്റ്റേജ് ഓഫ് ഹീറ്റ് ഇസ് ദ ലീസ്റ്റ്. നെക്സ്റ്റ് ക്വാളിറ്റീസ് ഓഫ് ഗുഡ് ബ്രിക്സ്. സോ നമ്മൾക്ക് പറയാവുന്നതാണ്, ഷുഡ് ബി ടേബിൾ മോൾഡഡ്, വെൽ ബേൺഡ് ആയിരിക്കണം, കോപ്പർ കളേർഡ് ആയിരിക്കണം, ഫ്രീ ഫ്രം ക്രാക്സ് ആൻഡ് വിത്ത് ഷാർപ്പ് ആൻഡ് സ്ക്വയർ എഡ്ജസ്. കളർ ഷുഡ് ബി യൂണിഫോം ആൻഡ് ബ്രൈറ്റ് ആയിരിക്കണം. നെക്സ്റ്റ്, ദ ബ്രിക്ക് ഷുഡ് ബി യൂണിഫോം ഇൻ ഷേപ്പ് ആൻഡ് ഷുഡ് ബി ഓഫ് സ്റ്റാൻഡേർഡ് സൈസ്. ബ്രിക്ക് should give a clear metallic ringing sound when struck with each other. So രണ്ട് ബ്രിക്സ് നമ്മൾ സ്ട്രൈക്ക് ചെയ്യണമെങ്കിൽ it will give a clear metallic ringing sound. The bricks when broken or fractured should show a bright, homogeneous and uniform compact structure free from voids. അത് ഒരു ബ്രിക്ക് നടുവേ പൊട്ടിച്ച് നോക്കുകയാണെങ്കിൽ വോയിഡ്സ് ഒന്നും അധികം പാടില്ല.
The brick should not absorb water more than 20% by weight for first class. First class brick ആണെങ്കിൽ more than 20% by its weight വെള്ളം അബ്സോർബ് ചെയ്യാൻ പാടില്ല. അത് നമ്മൾ 24 hours hours ടൈമിൽ അത് സോക്ക് ചെയ്തിടുവാണെങ്കിൽ. ഓക്കെ, സോ സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് ആണെങ്കിൽ 22%. സോ ദ ബ്രിക്ക് ഷുഡ് ബി സഫിഷ്യൻറ്റ് ഹാർഡ്. നോ ഇംപ്രഷൻ ഷുഡ് ബി ലെഫ്റ്റ് ഓൺ ബ്രിക്ക് സർഫസ് വെൻ ഇറ്റ് ഈസ് സ്ക്രാച്ച്ഡ് വിത്ത് ഫിംഗർ നെയിൽസ്. നമ്മൾ ഫിംഗർ നെയിൽസ് വെച്ചിട്ട് നമ്മളതൊന്ന് സ്ക്രാച്ച് ചെയ്യണമെങ്കിൽ ഇംപ്രഷൻ ഒന്നും വരരുത് ബ്രിക്ക് സർഫസിൽ. The brick should not break into pieces when dropped flat on hard ground from a height of about 1 meter. ഒരു 1 meter ഹൈറ്റിൽ നിന്ന് നമ്മൾ ബ്രിക്ക് ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ അത് പൊട്ടിപ്പോകരുത്. So the brick should have low thermal conductivity and they should be soundproof. The bricks when soaked in water for 24 hours should not show deposits of white soils. So കുറേ 24 മണിക്കൂറിലേക്ക് ബ്രിക്സ് നമ്മൾ വെള്ളത്തിൽ സോക്ക് ചെയ്തിടണമെങ്കിൽ അതിൻ്റെ പുറമെ ആ ഒരു precipitation white salts ഒന്നും വരാൻ പാടില്ല. So no brick should have a crushing strength below 5.3 Newton per mm square. 5.3 Newton per mm square താഴെയായിട്ട് crushing strength പോകാൻ പാടില്ല. These are the qualities of a good brick. Thank you.